എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. വേറൊന്നുമല്ല, സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നതാണ്. അത് നിങ്ങളുമായിട്ട് പറയണം തോന്നി. ഉത്തരവ് ഇതാണ്: നമ്മുടെ കുട്ടികൾ നിരന്തരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന കുർക്കുറയ്ക്കും മാഗിക്കും സുപ്രീം കോടതി 30 ദിവസത്തെ സാവകാശം നൽകിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഫുഡ് സേഫ്റ്റിയുടെ ലേബലിംഗ് ആൻഡ് ഡിസ്പ്ലേയിങ് റെഗുലേഷൻ അവർ ഫോളോ ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ തെറ്റ്. കാരണം ഈ പാക്കറ്റുകളുടെയൊക്കെ ഫ്രണ്ടിൽ ബോൾഡ് ലെറ്റർ ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഷുഗർ, സോൾട്ട്, അത് അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റൊക്കെ ബോൾഡ് ലെറ്ററിൽ മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമാണ്. പക്ഷെ അത് ഇതുവരെ ചെയ്തിട്ടില്ല. ഇന്ന് അത് PIL, അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ പേരിൽ ഇന്ന് ബെഞ്ച് എടുത്തു. നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരായ JB പർദിവാലയും അതുപോലെ തന്നെ R മഹാദേവനും അടങ്ങിയ ബെഞ്ചിലായിരുന്നു ഈ ഉത്തരവുണ്ടായിരുന്നത്. ശരിക്കും കോടതി ചോദിച്ചത് നിങ്ങൾക്കും കൊച്ചുമക്കളില്ലേ എന്നാണ് കമ്പനിക്കാരോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം കുർക്കുറയ്ക്കും മാഗിക്കും 30 ദിവസത്തെ സാവകാശമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളെപ്പോലുള്ളവരുടെ, ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരുടെ വലിയൊരു സന്തോഷ വാർത്തയാണിത്. എല്ലാ പാക്കറ്റുകളിലും നിർബന്ധമായും RDA, അതായത് റെക്കമെൻഡഡ് ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്ന RDAയുടെ പെർസെൻറ്റേജ് നിരന്തരമായിട്ട് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. കോടതി തന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് കൂടുതലായിട്ടുള്ള ട്രാൻസ്ഫാറ്റും ഷുഗറും സോൾട്ടൊക്കെ കുട്ടികൾക്ക് കേടാണ് എന്നുള്ള രീതിക്ക് തന്നെയാണ് കോടതി അത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കുട്ടികൾക്ക് ഇതുപോലുള്ള പ്രോസസ്ഡ് ഫുഡ്, വർഷങ്ങളായിട്ട് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമാണ്. ദയവായിട്ട് കുട്ടികൾക്ക് ഈ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ വാങ്ങിച്ചു കൊടുക്കുന്നത് ദയവായിട്ട് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇന്ന് കോടതി തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട്. കാരണം ഇതൊന്നും മാധ്യമങ്ങളിൽ വരാൻ സാധ്യത വളരെയധികം കുറവായിരിക്കും. കാരണം പരസ്യവരുമാനത്തെ ഭയപ്പെട്ടതുകൊണ്ട് ഇവന്മാരൊന്നും ഈ കമ്പനികൾക്കെതിരെ ഒരു വാർത്തയും കൊടുക്കില്ല. 1-2 മാധ്യമങ്ങൾ, അല്ലെങ്കിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പോലുള്ള മാധ്യമങ്ങളാണ് കൂടുതലും വാർത്തകൾ കൊണ്ടുവരാൻ സാധ്യത. ഇനിയും ഇതുപോലുള്ള നിയമങ്ങൾ സുപ്രീം കോടതി കൊണ്ടുവരട്ടെ. ഇന്ത്യയിൽ കൊടുക്കുന്ന ഫുഡ് പ്രോഡക്റ്റുകളും വിദേശത്ത് കൊടുക്കുന്ന ഫുഡ് പ്രോഡക്റ്റുകളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അതെല്ലാം നികത്തി കുട്ടികൾക്ക് നല്ല ഭക്ഷണം, പ്രോസസ്ഡ് ഫുഡായാലും എന്താണെങ്കിലും നല്ല ഭക്ഷണം കൊടുക്കാൻ ഈ നിയമം ഇതുകൊണ്ട് ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. ഇതുപോലെ ഇത് നിരന്തരമായിട്ട് നടക്കട്ടെ എന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം. അതുകൊണ്ട് അപ്പോൾ നിങ്ങളായിട്ടൊന്ന് പറയണം തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ. ഓക്കെ, താങ്ക് യു.